ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുഡിങ് കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു സ്റ്റീംഡ് ബ്രെഡ് പുഡിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് കിച്ചണിൽ തുടക്കക്കാർക്ക് വരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അരിക് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ മാക്സിമം വൈറ്റ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രൗൺ ബ്രെഡിനേക്കാളും നമുക്ക് കൂടുതൽ നല്ലത് വൈറ്റ് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരികൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നമുക്കറിയാലോ, ഒരുപാട് നേരിട്ടിട്ട് കറക്കണ്ട. ഒരൊറ്റ കറക്കിൽ തന്നെ നമുക്ക് ബ്രെഡ് നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പുഡിങ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ അളവിലുള്ള ബ്രെഡ് എടുക്കുക. അതിനനുസരിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ നമ്മൾ അളവ് വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലൊരു ചോപ്പറിലോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലോ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതേപോലെ തന്നെ പൊടിക്കുമ്പോൾ ഒരുപാട് സമയം കറക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബ്രെഡ് ആകെ ഒട്ടി നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. 1-2 തവണ ഇത് കറക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ബ്രെഡ് ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇവിടെ പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ബ്രെഡിന് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ 3 മുട്ടയ്ക്ക് 5-ന് പകരം 6 സ്ലൈസ് ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു മുട്ടയ്ക്ക് 2 സ്ലൈസ് ബ്രെഡ് എന്നുള്ള അളവിലെടുത്താലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് അളവായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം 397 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം എന്ന് പറയാം. ആ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ടിന്ന് ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് പിന്നെ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് നേരിട്ടിട്ട് മിക്സാക്കി കൊടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈ മുട്ടയിലും ഈ കണ്ടൻസ്ഡ് മിൽക്കിലും ഈ ബ്രെഡ് നല്ലപോലെ ഒന്ന് കലങ്ങി കിട്ടണം. ആ വിധത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പഞ്ചസാര നമ്മളിവിടെ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ട് ആ പാന് ആദ്യം തന്നെ ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല പോലെ കുറച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഫുള്ള് മെൽറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബൗളിലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അല്ലെങ്കിൽ ഓയിൽ തന്നെയോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ കാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് വൈകും തോറും, അതായത് ഇതിൻ്റെ ചൂട് പോകും തോറും ഇത് കട്ടിയായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പഞ്ചസാര നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളിപ്പോൾ ഇവിടെ കലക്കി വെച്ചേക്കുന്ന ബ്രെഡും മുട്ടയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി കലക്കി വെച്ചേക്കുന്ന ആ കൂട്ടും കൂടി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ, നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിലവർ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ ബ്രെഡും മുട്ടയും പാലൊക്കെ കൂടിയിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്തിട്ടാണ് ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല പുഡിങ്ങായിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു. അപ്പോൾ ഇവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ഈ പാനിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 15 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ടിട്ടാണ്.
അപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. അതായത് അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് നമ്മൾ ഈ പുഡിങ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പാത്രം ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കിവിടെ പുഡിങ് നമുക്ക് റെഡിയായ പുഡിങ് നമുക്കിവിടെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് വീണുകൊള്ളും. എല്ലാവരും ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും